ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനെ സമൂഹമാധ്യമങ്ങളിൽ പരിഹസിച്ച് പാകിസ്ഥാനിലെ ജനങ്ങൾ. ഷഹ്ബാസിനെതിരെയാണ് സമൂഹമാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നത്. ഇന്ത്യയുടെ തിരിച്ചടി നേരിടാനാകാത്ത ദുർബലനാണ് ഷഹ്ബാസ് എന്നാണ് പാക് പൗരന്മാരുടെ വിമർശനം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാക് പ്രധാനമന്ത്രി രാജ്യത്തെ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്തിരുന്നു. ചിന്തിയ ഓരോ തുള്ളിച്ചോരയ്ക്കും പകരം ചോദിക്കുമെന്ന് അഭിസംബോധനയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ആത്മവിശ്വാസമില്ലാത്ത ദുർബലനെ പോലെയാണ് ഷെരീഫിനെ കണ്ടാൽ തോന്നുന്നതെന്നായിരുന്നു പല പാക് പൗരന്മാരും സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത്. ഇന്ത്യ വലിയ വില നൽകേണ്ടി വരും. കുട്ടികളടക്കം 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ചീന്തിയ ഓരോ തുള്ളിച്ചോരയ്ക്കും പകരം ചോദിക്കും എന്നാണ് അഭിസംബോധനയിൽ ഷഹബാസ് പറഞ്ഞത്. എന്നാൽ ഷഹബാസിന്റെ സംസാരം ആത്മവിശ്വാസമില്ലാത്ത ദുർബലനെ പോലെയാണ് തോന്നുന്നത് എന്നായിരുന്നു പല പാക് പൗരന്മാരും സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത്. ശരീരഭാഷയെയും പെരുമാറ്റത്തെയുമെല്ലാം ധാരാളം പേർ പരിഹസിച്ചു. ഷഹബാസ് അങ്കിൾ, ദയവായി സ്പീഡിൽ സംസാരിച്ചു തുടങ്ങൂ, ഞങ്ങൾക്ക് ഇതെല്ലാം കേൾക്കാൻ വയ്യ, കാര്യത്തിലേക്ക് കടക്കൂ എന്ന് ഷഹബാസിന്റെ സംസാരത്തിന്റെ വേഗതയെക്കുറിച്ച് പലരും പരിഹസിച്ചു. ഇങ്ങനെ പോയാൽ യുദ്ധം അവസാനിച്ചാലും അദ്ദേഹം പ്രസംഗിച്ചു കഴിയില്ല എന്നാണ് മറ്റൊരു കമന്റ്. ഭീരു എന്നാണ് മറ്റൊരു പാകിസ്ഥാനി കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ക്ലീഷേ പ്രസംഗത്തിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ പദ്ധതിയില്ലെന്ന് വ്യക്തമാണ് എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് മറ്റൊരാൾ കുറിച്ചത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ രാജ്യത്തിന് വേണ്ടത് ഗൗരവവും മനഃശക്തിയുമുള്ള ശക്തനായ പ്രധാനമന്ത്രിയാണെന്നും രാജ്യത്തിന് ഇമ്രാൻഖാനെ ആവശ്യമായ സമയമാണ് ഇതെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. അതേസമയം പാക് പ്രതിരോധ മന്ത്രിയും കടുത്ത വിമർശനത്തിന് ഇരയാകുന്നുണ്ട്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതെന്ന പാക് അവകാശവാദത്തിന് തെളിവ് ചോദിച്ചപ്പോൾ വിചിത്രവും പരിഹാസ്യവുമായ മറുപടിയാണ് ഖ്വാജ ആസിഫ് നൽകിയത്. അന്താരാഷ്ട്ര മാധ്യമമായ CNN നൽകിയ അഭിമുഖത്തിനിടയിലാണ് സംഭവം. തെളിവെല്ലാം ഇന്ത്യൻ സാമൂഹിക മാധ്യമങ്ങളിലുണ്ടെന്നായിരുന്നു ആസിഫ് നൽകിയ മറുപടി. ഇന്ത്യൻ വ്യോമസേനയുടെ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് പാക് വാദം. എന്നാൽ അതിന് തെളിവൊന്നുമില്ലെന്ന് ഇന്ത്യ പറയുന്നു. താങ്കൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാകുമോ എന്നതാണ് അതിനുള്ള തെളിവ് എന്നായിരുന്നു അവതാരക ബാക്കി ആർഡേഴ്സിനുള്ള ചോദ്യം. അതെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് എന്നായിരുന്നു ആസിഫ് മറുപടി നൽകിയത്. ഇന്ത്യൻ സാമൂഹിക മാധ്യമങ്ങളിലാണ് ഉള്ളത്, ഞങ്ങളുടേതിൽ അല്ല. വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ വീഴുന്നതൊക്കെ അതെല്ലാം ഇന്ത്യൻ മാധ്യമങ്ങളിലുണ്ടെന്നും പാക് മന്ത്രി പറഞ്ഞു. ഇതിന് പ്രതിരോധ മന്ത്രി എന്ന നിലയ്ക്കുള്ള ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലുള്ളതിനെക്കുറിച്ചല്ല പറയേണ്ടതെന്നും അവതാരക മറുപടിയും നൽകി. യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തിയതിന്റെ തെളിവിന് സോഷ്യൽ മീഡിയ റഫറൻസ് പ്രയോഗിച്ച ഖ്വാജ ആസിഫിനെതിരെ രൂക്ഷ പരിഹാസവും വിമർശനവുമാണ് ഉയരുന്നത്. ഓൺലൈനിൽ കണ്ടതെന്നൊക്കെ ഒരു പ്രതിരോധ മന്ത്രിക്ക് എങ്ങനെ പറയാനാകും എന്നായിരുന്നു എക്സ് ഉപയോക്താക്കളിൽ ഒരാളുടെ സംശയം. ഇതാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന. പാകിസ്ഥാൻ കാര്യഗൗരവമുള്ള രാജ്യമല്ല എന്നിങ്ങനെയായിരുന്നു മറ്റു പലരുടെയും കമന്റുകൾ.